ശശീന്ദ്രൻ ഡോക്ടർ പാരസെറ്റാമോളിന്റെ ഒരു കൊട്ടേഷനും നമുക്ക് തന്നില്ലെന്നോ? ആ വേട്ടാവളിയിൽ അങ്ങനെ പറഞ്ഞോ? ഒരു കാര്യം, അയാളുടെ ഗോവ ട്രിപ്പിന്റെ ടിക്കറ്റ് ഇല്ലയോ, അതങ്ങ് ക്യാൻസൽ ചെയ്തൊക്കെ. അയാളിപ്പോ അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ചെലവില് ഗോവയ്ക്ക് പോകണ്ട. ഗോവയ്ക്ക് അല്ലടാ, ഗോവയ്ക്ക് പോകണ്ടെന്ന്. ഞാൻ ഈ ഡോക്ടറെ ഒന്ന് ചാക്കിലാക്കട്ടെ. ഡോക്ടർ, ഡോക്ടർ വാരണം. ഡോക്ടർ വാരില്ല, ആ സൈഡിൽ അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് വാരിക്കും. അയ്യോ, അങ്ങനല്ല ഡോക്ടറെ പറഞ്ഞത്. ഡോക്ടറെ എനിക്ക് അകത്തോട്ട് വരണം എന്നാ ഉദ്ദേശിച്ചേ. ആ കേറി വരൂ. അയ്യോ, ഈ തലവേദനയായിരുന്നാ? ദൈവമേ. എടോ, തന്റെ കയ്യില് തലവേദനയുടെ മരുന്നുണ്ടോടോ? ആ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ എന്തോ ഒരു തലവേദന? ഇപ്പൊ തലവേദന ഇല്ല, താൻ കുറച്ച് കഴിയുമ്പോ എനിക്കൊരു തലവേദനയാകും. ആ ചുമ്മാ അതല്ല ഡോക്ടറെ, എന്റെ തലവട്ടം കണ്ടു കഴിയുമ്പോണ്ടല്ലോ എല്ലാ ഡോക്ടർമാരും അപ്പൊ തന്നെ ആദ്യം തലവേദനയുടെ മരുന്നങ്ങ് മേടിച്ച് കഴിക്കും. ഇപ്പോഴല്ലേ എനിക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലായേ. ആ ഡോക്ടറെ, പിന്നെ ഞങ്ങളുടെ കമ്പനി പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പല പ്രോഡക്റ്റും കഴിച്ചവര് ഇവിടെ ICU പോലും ഇറങ്ങണില്ല. അയ്യാ, അതുപോലല്ല മാഡം ഈ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് മാഡം ഞങ്ങൾക്ക് വിറ്റ് തന്നാൽ മാഡത്തിന് ഫാമിലിയായിട്ട് സിംഗപ്പൂർ പോകാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. വിറ്റ് തന്നില്ലെങ്കിൽ മാഡത്തിന് 3 രൂപ 50 പൈസയുടെ ടിക്കറ്റ് തരാം. ഇതെന്തിനാണോ? വീട്ടിൽ പോകാൻ. താനേ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന മരുന്നൊക്കെ മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നാണെന്നല്ലോ. അത് നിങ്ങളെ ഈ സ്റ്റാഫില്ലയോ? എന്റെ വരവ് കാണുമ്പോഴേ അവരൊരുമാതിരി മൃഗത്തോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്നേ. അത് തന്റെ കയ്യിലിരിപ്പിന്റെയാ. മിസ് കുളിർമോ? കുളിർമയോ? ഐ ആം ഡോക്ടർ നീലിമ. എന്റെ പൊന്നു വേണം, നിങ്ങളുടെ പേര് കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് എന്തെന്നില്ലാത്ത കുളി. അതുകൊണ്ടല്ലേ ഞാൻ കുളിർമാന്ന് വിളിക്കുന്നേ. മേഡം പിന്നെ പഴയതുപോലെ നിങ്ങൾക്ക് പരിഗണിക്കുന്നൊന്നുമില്ല. കാര്യല്ലടോ പറഞ്ഞത്, എന്റെ ഈ പഞ്ചാരടിയുടെ കാര്യം പറഞ്ഞത്. അതുകൂടെ ഡോക്ടർ, എനിക്കൊരു സംശയം. എന്തുവാടോ? ഈ വയറ്റിന്ന് പോകാത്തവർക്ക് എന്തോ കൊടുക്കുമോ? തനിമയോ? തനിമയല്ലടോ, എനിമ. അതെന്തിനാ കൊടുക്കുന്നത്? പിന്നെ വയറ്റിന്ന് പോകാത്തവർക്ക് സിനിമ ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ല, എനിക്ക് പിന്നെ സംശയം. നിങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഈ പച്ച ഉടുപ്പിട്ടോണ്ട് കയറുമല്ലോ, അതെന്തിനാ പച്ച ഉടുപ്പിടുന്നത്? നമ്മൾ അവരെ പച്ചക്ക് കീറുവല്ലോടോ, അതുകൊണ്ടാണ് പച്ചട്ടു. അപ്പൊ പിന്നെ അവരെ മയക്കുന്നതോ? ആ മയക്കില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടുപഠിച്ചു നാളെ ഇവര് സ്വന്തമായിട്ടങ്ങ് ചെയ്യും. പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? ഡോക്ടറെ പണി ചെയ്ത് കിടത്തില്ല. അല്ല ഡോക്ടറെ, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ആരും കയറ്റത്തില്ലല്ലോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ അതിനെ തിയേറ്റർ എന്ന് പേരിടണം? അതെ, താൻ പോപ്കോൺ കഴിക്കാറുണ്ടോ? പിന്നെ ഇല്ലയോ? പോപ്കോൺ താൻ പുറത്തുനിന്ന് എത്ര രൂപയ്ക്ക് മേടിക്കാറ്? 40 രൂപ. താൻ അത് സിനിമാ തിയേറ്ററിൽ എത്ര രൂപയ്ക്ക് മേടിക്കണേ? ഒരു 250 രൂപ. എടോ, തിയേറ്റർ എന്ന് പേരിട്ട അങ്ങനെ 4 ഇരട്ടി നമുക്ക് മേടിക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഇങ്ങനെ പോയാൽ ദേ കാണുന്ന മോർച്ചറിയിൽ എത്തും. എന്നിട്ടെന്നാ പുറകോടെ എടുത്ത് ആംബുലൻസ് കയറ്റി വീട്ടിലെത്തി. അല്ല, കൊറേ നേരമായല്ലോ താൻ ഇവിടെ കിടന്ന് കളകളാന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. താൻ എന്തിനാണോ വന്നത്? വന്ന കാര്യം പറയടോ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എല്ലാരും ജീവിക്കുന്നവരാടോ. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റിന്റെ പേരാണ് ജി. ആ ജീവിക്കാൻ വന്നതാണെന്നാ പറഞ്ഞേ. അല്ല മേഡം, മേഡം 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞല്ലോ കിട്ടുണ്ണിയെ തരാന്ന്. കിട്ടുണ്ണിയാ? അല്ല, കിക്കിണി. അതിന്റെ പേരെന്തുവാ? കിഡ്നി. താൻ ചോദിക്കുമ്പോ കിഡ്നി എടുത്തു തരാൻ കിഡ്നി എന്റെ പോക്കറ്റിൽ ഇട്ടോണ്ട് നടക്കുവാണോടോ? അതെ, തന്റെ മരുന്നൊക്കെ ഞാൻ വിറ്റ് തരാം. താൻ എന്നെ കാണണ്ട പോലെയൊക്കെ ഒന്ന് കണ്ടാ മതി. പിന്നെ കാണാലോ. തനിക്കറിയാവോ, എന്റെ ഈ മാല കണ്ടോ? കഴുത്തുവേദനയുടെ കമ്പനിക്കാര് തന്നതാ. എന്റെ കൈ കിടക്കണ ഈ വള കൈവേദനയുടെ മരുന്ന് കമ്പനിക്കാര് തന്നതാ. എന്റെ കാലേ കിടക്കണ കൊലുസ് കണ്ടോ? അത് കാലുവേദനയുടെ കമ്പനിക്കാര് തന്നതാ. എന്റെ കറങ്ങണ കസേര കണ്ടോ? മൂലക്കുരുവിന്റെ മരുന്ന് വിൽക്കുന്നവര് തന്നതാ. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോടോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് അരഞ്ഞാണം ഉണ്ടാവും. എന്നാ നിങ്ങളുടെ മരുന്ന് ഞാൻ എഴുതാം. പക്ഷെ അരഞ്ഞാണം കിണറ്റിലിടുന്ന അരഞ്ഞാണോ? എന്നാ തന്റെ ഒരു മരുന്ന് ഞാൻ എഴുതുന്നില്ലടോ. എടോ, വയറ്റിളക്കത്തിന്റെ 100 മരുന്ന് വിറ്റപ്പോ കിട്ടിയതാടോ ഈ തിളങ്ങുന്ന മോതിരം. നാട്ടുകാർ കളക്കം, മാഡത്തിന് തിളക്കം. മാഡം, നമ്മൾ ഇത്ര അടുത്ത സ്ഥിതിക്ക് ഞാൻ മോളെ എടുത്തോട്ടെ.
ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പാരസിറ്റാമോൾ എടുക്കട്ടെ എന്നാ പറഞ്ഞത്. മാഡം തെറ്റിദ്ധരിച്ചു. എടോ, താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ തലയിലേക്ക് ഒന്നും കേറുന്നില്ലടോ. അതങ്ങനെ ഈ പേട്ട് തലക്കകത്ത് കേറും, മൊത്തം പേനല്ലേ. പേൻ നാശിനി വേണമെങ്കിൽ എടുക്കാം. അയ്യോ അമ്മേ, നെഞ്ചുവേദനിക്കുന്നേ. എന്താ വെച്ച് വേണം? അയ്യോ എടോ, എനിക്ക് ഭയങ്കര നെഞ്ചുവേദനിക്കുന്നോടോ. ഞാൻ എന്ത് ചെയ്യണം? എടോ, താൻ പുറത്തു പോയി എന്തെങ്കിലും മരുന്ന് മേടിച്ചോണ്ട് വാടോ. എന്ത് മരുന്നാണെന്ന് അറിയാൻ ഞാൻ എങ്ങനെ മേടിക്കും? എടോ, താൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വാടോ. മാഡം മരുന്നിന്റെ പേര് പറ മാഡം. എടോ, താൻ പുറത്തു പോയി എനിക്ക് സ്വർണ്ണ വളയോ മാലയോ എന്തെങ്കിലും മേടിച്ചോണ്ട് വാടോ. അതൊക്കെ എന്തിനാ ഞാൻ ഇപ്പൊ മേടിക്കണേ? മാഡം മരുന്നിന്റെ പേരൊന്ന് പറ. എടോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ഇതുവരെ മരുന്ന് എഴുതി ശീലമുള്ളൂടോ. ഈ തളയ്ക്ക് ചാകാൻ കിടക്കുമ്പോഴേക്ക് ആക്രാന്ന് കുറച്ചുകൂടെ എന്റെ ഡോക്ടറെ. ഇനി പൊളിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീലം ചേച്ചിയെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതെ, ഭയങ്കര രസമുണ്ട് കാണാൻ. ലുക്കിലുള്ള ഞാനോ? ഏയ് എലി, പറ. ആ കവിളിലൊരു കൊടുത്തേരോ പാവം. ഇവനോ? കൂട്. അവന്റെ ആഗ്രഹമല്ലേ അത്. എടാ, ഇവന് ഫുള്ള് ഫാൻസ് ആടാ. എത്ര ഗേൾസ് ആണെന്നറിയോ? അവിടെയല്ല, ഞാൻ പ്രേക്ഷകരുടെ കാര്യ പറഞ്ഞത്. അതിന്റെ കൂടി. ശരി, എന്തായാലും പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 12,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. താങ്ക് യു. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ.